ഹലോ. വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ എന്ന് പറയുന്നത് നമ്മൾ യൂട്യൂബിൽ വ്ളോഗ്സ് ഒന്നും പോസ്റ്റ് ചെയ്യാറില്ല. അതെ, ഞങ്ങൾക്ക് ഈ വ്ളോഗിങ് സത്യമായിട്ട് അറിയാൻ പാടില്ല എങ്ങനെ അതാണ് അതിന്റെ ചെയ്യണമെന്ന്. സത്യം. പക്ഷെ ഇന്ന് ഞങ്ങൾക്ക് കുറച്ച് നല്ല കാര്യങ്ങൾ നിങ്ങളോട് എല്ലാവരോടും പറയാനുണ്ട്. ഞങ്ങളുടെ ലൈഫിലെ ഷെയർ തന്നെ ചെയ്യാനുണ്ട്. ഷെയർ ചെയ്യാനുണ്ട്. ഞങ്ങളുടെ ലൈഫിലെ തന്നെ ഏറ്റവും വലിയ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. ഞങ്ങൾ അത്രമേൽ ഹാപ്പിയാണ്. അതെ, നിങ്ങളും ആ ഹാപ്പിനെസ്സിൽ ഹാപ്പി ഇല്ലാത്തവരിക്കുന്നത് ഇങ്ങനെയാണ്. അറിയാൻ പാടില്ല വ്ളോഗ് ചെയ്യാൻ, അതിന്റെ ടെൻഷനാണ് സത്യം പറഞ്ഞത്. പക്ഷെ ഇനി അങ്ങോട്ട് ഞങ്ങൾ ചെയ്യണമെന്നാണ് ആഗ്രഹം, ചെയ്യുമായിരിക്കും. അപ്പോ എന്താ സംഭവം എന്ന് വെച്ചാ, ഞങ്ങക്ക് ഒരു ബേബി കൂടി കുഞ്ഞി വരാൻ പോവാണ്. ആള് പ്രഗ്നന്റ് ആണ്. ആളല്ല, ഞങ്ങള് പ്രഗ്നന്റ്. യെസ്. കുറച്ച് കാലമായി എല്ലാരോടും പറയണം ഒരു സേഫ് പോയിന്റിൽ എത്തിയിട്ട് എല്ലാരോടും പറയാൻ ഭയങ്കര പേടിയാ കുട്ടിക്ക്. എനിക്ക് ഇപ്പോഴും വീഡിയോ ചെയ്യുമ്പോഴൊക്കെ ഭയങ്കര ടെൻഷനാണ്. എന്തിനാ വെറുതെ ടെൻഷൻ എന്ന് പറഞ്ഞാല് ടെൻഷൻ അടിച്ച് പിന്നെ ഇപ്പൊ കുറവുണ്ട്. സ്റ്റാർട്ടിങ്ങിലൊക്കെ ഭയങ്കര ടെൻഷനായിരുന്നു. ഞാൻ വെറുതെ ഇരുന്ന് കാര്യമൊക്കെ ചെയ്യാനോ. ഇപ്പൊ അത്യാവശ്യം കുറച്ച് സ്റ്റേബിൾ ആണ്. എന്നാലും ഒരു ടെൻഷൻ, ഒരു പേടി ഉണ്ട് മൊത്തത്തിൽ എന്നുള്ളതാണ്. അപ്പോൾ നമുക്കങ്ങനെ ഭയങ്കര ആക്സിഡന്റിൽ ഉണ്ടായ പ്രഗ്നൻസി ഒന്നുമല്ല. കല്യാണം പ്രേമിക്കുമ്പോഴേ നമുക്കൊരു ബേബി വേണം, ഫാമിലി വേണം. കല്യാണം കഴിഞ്ഞിട്ട് വേണമെന്നായിരുന്നു. അല്ല, ഫാമിലി പ്ലാനിങ്ങില് ബേബി വേണം ഭയങ്കര ആഗ്രഹമായിരുന്നു ഞങ്ങൾക്ക് രണ്ടുപേർക്കും. പിന്നെ കല്യാണം കഴിഞ്ഞാൽ ഫിനാൻഷ്യലി ഒന്ന് സ്റ്റേബിൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഫിനാൻഷ്യലി ഒന്ന് സ്റ്റേബിൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പൊ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കണായിരുന്നു. 1 year കഴിഞ്ഞു, നമ്മൾ ട്രൈ ചെയ്ത സെക്കൻഡ് ഓർ തേർഡ് മന്ത് കൺസീവ് ആയി. ഫസ്റ്റ് മന്ത് നമ്മൾ ട്രൈ ചെയ്തു എന്നൊന്നും പറയാൻ പറ്റില്ല. ഡയറ്റ് ഒന്നും അത്ര പ്രോപ്പർ ആയിരുന്നില്ലല്ലോ. ജാനുവരിയിലാന്ന് തോന്നുന്നു ട്രൈ ചെയ്യാൻ തുടങ്ങിയപ്പോഴേ നമ്മള് മറ്റേ 10-15 പ്രഗ്നൻസി ടെസ്റ്റ് കിറ്റ് ഒക്കെ മേടിച്ചു. എനിക്കാണെങ്കിൽ ഇത് ആലോചിച്ച് ഫുൾ പ്രഗ്നൻസി സിംറ്റംസ് പോലെയായിരുന്നു. ആദ്യത്തെ മാസേ വെറുതെ എനിക്ക് ജീവിതത്തിൽ ഗ്യാസ് ഉണ്ടാവാറില്ല. ആദ്യമായിട്ട് ഗ്യാസ് വന്നു, പ്രഗ്നന്റ് ആണെന്ന് തോന്നുന്നു പറഞ്ഞു. വെറുതെ ഗ്യാസ് മനസ്സിൽ പറഞ്ഞുണ്ടാക്കിയാണ്ട് വെറുതെ വിട്ടുണ്ടാക്കും. എന്നിട്ട് പീരിയഡ്സ് ആവണ 2 ദിവസം മുമ്പ് എന്തോ ടെസ്റ്റ് ചെയ്ത് നെഗറ്റീവ്. 2 ദിവസം മുമ്പൊന്നുമല്ല, ഒരാഴ്ച മുമ്പേ ഡെയിലി പോയി ടെസ്റ്റ് ചെയ്യും. എനിക്കിത് കാണുമ്പോൾ ദേഷ്യപ്പെട്ടു. ഞാൻ പറയാം, എന്തിനാ ഇപ്പോഴും ടെസ്റ്റ് ചെയ്യണത്, ആവട്ടെ, ഡേറ്റ് ആവട്ടെ. ആദ്യം ഞാൻ ടെസ്റ്റ് ചെയ്യാൻ പോകുമ്പോ ശാരീരികം ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു. നോക്കുന്നു. ഇത് പിന്നെ ഇതൊരു മറ്റേ തുടർച്ചയായിട്ട് റൂട്ടീനായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഡെയിലി ഡേറ്റ് ആവാതെ കറക്റ്റ് ഡേറ്റിന് വരും. എന്നിട്ടായിരുന്നു ഞാൻ പറയാം, ആ ഡേറ്റ് ഒന്ന് കഴിയട്ടെ, എന്നിട്ട് നോക്കാം. അത് നല്ലൊരു എക്സൈറ്റ്മെന്റ് ഉള്ളു. അതുകൊണ്ട് രസമുണ്ടായി. 3rd month നമ്മൾ കൺസീവ് ആയല്ലോ, ആ ടൈമിലായിരുന്നു തലേ ദിവസത്തൊക്കെ ഒന്ന് പറയാം. പെരുന്നാളായിരുന്നു. അപ്പോ പെരുന്നാളിന് ഞങ്ങൾ അന്ന് വീട്ടിൽ പോയില്ല. അതിന്റെ തൊട്ട് മുമ്പത്തെ എന്തോ ആഴ്ച ഞങ്ങൾ വീട്ടിൽ പോയിരുന്നു. അപ്പോൾ ഇവിടെ തന്നെയാണ് പെരുന്നാൾ. പിന്നെ എനിക്ക് ലീവില്ലാത്തപ്പോൾ പോയി വരുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ പെരുന്നാൾ ഇവിടെ ആയതുകൊണ്ട് നമ്മൾ ഫാമിലിയിൽ കുറച്ചധികം പേരെ വിളിച്ചു. ഒരു 30-32 പേരുടെ പരിപാടിയായിരുന്നു. എന്നിട്ട് ഉമ്മി പറഞ്ഞു, നമുക്ക് മക്രോണി ഉണ്ടാക്കാം. സാധാരണ ഞാൻ അങ്ങനത്തെ വലിയ പരിപാടികളിലൊന്നും തലയിടാത്ത ഞാൻ ഉണ്ടാക്കിക്കോളാം. മക്രോണി ഉണ്ടാക്കാൻ നഗറ്റ്സ് ഉണ്ടാക്കാനും ഞാൻ ഫ്രണ്ടിൽ നിന്നോ 2 കിലോ മക്രോണി 2 ടൈം ആയിട്ട് വെച്ചു തോന്നുന്നു. എന്നിട്ട് ഈ ചെമ്പൊക്കെ ഇങ്ങനെ എടുത്ത് വെക്കുന്നു, പരിപാടികളൊക്കെ ചെയ്തു. എല്ലാരും പോയിട്ട് വീടൊക്കെ വൃത്തിയാക്കി. ഞാൻ അങ്ങനത്തെ പരിപാടികളൊന്നും ചെയ്യാറേ ഇല്ല. അന്ന് ഫുൾ പണിയെടുത്ത് ഭയങ്കര ക്ഷീണമായിട്ട് കിടന്നു. നെക്സ്റ്റ് മോട്ടുവിന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ ആയിരുന്നു. അത് നമ്മളെ ഫ്രണ്ട്സിന്റെ ഫ്ലാറ്റിൽ പോയി കുറേ പേരുണ്ടായിരുന്നു ബർത്ത്ഡേക്ക്. ഇവരെല്ലാരും സംസാരിച്ചോണ്ടിരുന്നപ്പോ ഞാൻ സോഫയിൽ കിടന്നു. അപ്പോ ഇക്കൊന്നിട്ട് ചോദിച്ചു, എന്തൊറ്റി, നീ എന്തെങ്ങനെ ഡെസ്പായിട്ട് ഇരിക്കണേ? ഞാൻ പറഞ്ഞു, ഇന്നലെ പണിയെടുത്തതിന്റെ ക്ഷീണമെന്ന് തോന്നുന്നു. എന്നിട്ട് ഞാൻ ഉറങ്ങി. പിന്നെ അന്ന് രാത്രി എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ. പീരിയഡ്സ് ആയിട്ടില്ല, 2 ദിവസം ഡിലേ ഉണ്ട്. പക്ഷെ കഴിഞ്ഞ 2 മാസം നേരത്തെ ടെസ്റ്റ് ചെയ്ത് ഭയങ്കര ഞാൻ ഇനി അങ്ങനെ തന്നെ സംശയം തോന്നുകയാണെങ്കിൽ ഒരു പീരിയഡ്സ് തെറ്റി 10 ദിവസം കഴിഞ്ഞിട്ട് ടെസ്റ്റ് ചെയ്യുള്ളൂ എന്ന് മനസ്സിൽ ഉറപ്പിച്ച് വെച്ചേക്കണായിരുന്നു. എന്ത് ട്രൈ ചെയ്യുമ്പോൾ മേടിച്ച് വെച്ചാൽ 15 കിറ്റില് 3 കിറ്റ് എന്തോ ബാക്കിയുള്ളൂ. എന്നിട്ട് അന്ന് രാത്രി എനിക്ക് ഉറങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായി. ഞാൻ ആലോചിച്ച് ചിന്തിച്ച് കൂട്ടി കിടന്നു. രാവിലെ ഒരു 6:30 ആയപ്പോൾ എണീറ്റിട്ട്
ഞാൻ ഷാരൂനെ ഇവള് നേരത്തെ എണീറ്റ് എന്നെ ഇരുന്ന് കുത്തി 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 എണീപ്പിക്കും. എനിക്ക് ദേഷ്യം. ഞാൻ എണീപ്പിക്കല്ലോ. ഇല്ല, ഉറക്കത്തിൽ ഡൗട്ട് ചോദിക്കും. എന്റെ ഉറക്കം പോവില്ല ഇപ്പൊ ഡൗട്ട് ചോദിച്ച്. നമുക്ക് ഡൗട്ട് ചോദിക്കണ്ടേ? ഇപ്പൊ സ്ഥിരം പോക്കായി ഉറക്കം. ഇപ്പൊ ഞാൻ പിന്നെ ഒന്നും പറയാറില്ല. എന്നിട്ട് ഡൗട്ടൊക്കെ എന്തൊക്കെ ചോദിച്ചോ, നമുക്ക് ടെസ്റ്റ് ചെയ്താലോ? അപ്പൊ ഷാരു, ഇത് ഞാൻ സ്ഥിരം കേൾക്കണം, ചെയ്യുന്നു. 2 ദിവസം കഴിഞ്ഞല്ലോ എന്താ പോയി ചെയ്യാൻ പറഞ്ഞു. അത് ഞാൻ ആലോചിച്ചിട്ടൊക്കെ ചെയ്തേക്കാം, നല്ലതാണെങ്കിലോ നോർത്തിട്ട്. ഞാനിവിടെ കിടക്കണേണ്. അപ്പൊ ഇവിടെ ബാത്റൂമിൽ പോയി ടെസ്റ്റ് ചെയ്തിട്ട് ഞാൻ നോക്കും, പെട്ടെന്നൊരു വാതിൽ തുറന്നിട്ട് മുഖമൊക്കെ ചുവന്ന്, പക്ഷെ മുടിയൊക്കെ ഇങ്ങനെ ഇരിക്കണം. ഇവളൊരു ചാട്ടം, ഈ ഒരു സാധനം എനിക്ക് ഭയങ്കര കോർ മെമ്മറി കിടക്കണ ഒരു ചാട്ടം ഉണ്ടായിരുന്നു. കൈയടിച്ചോണ്ട് ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കുന്നു. ഞാൻ ശരിക്കും പ്രതീക്ഷിക്കുക എല്ലാ ദിവസത്തെ പോലെ ആകത്തില്ല എന്നുള്ളത്. നമ്മളിതിനെ കാണുന്നുണ്ടല്ലോ, ഒറ്റ ലൈൻ മാത്രം വരുന്നതും 2 ലൈൻ വന്നു. അത് 2ാമത്തെ ലൈൻ അത്യാവശ്യം നല്ല സോളിഡ് ആയിട്ട് തന്നെ പിന്നെ ചോന്നിരുന്നു. പിന്നെ എനിക്കൊരു സംശയം തോന്നി, ഇനിയിപ്പോ ആ ടെസ്റ്റ് കിറ്റിന്റെ വല്ല പ്രശ്നമാണോ? 3 ബാക്കിയുണ്ടല്ലോ, അതിൽ ഒരെണ്ണം കൂടെ ഇവിടെ ഒരു ലോഡ് കണക്കിനുണ്ടായിരുന്നു. ഇനി ഒരെണ്ണം കൂടെ ബാക്കി. എന്നിട്ട് ടെസ്റ്റ് കിറ്റ് 2ാമത് എടുക്കാൻ വേണ്ടി ഞാൻ ഓടി തന്നെ അടിച്ചോണ്ട് കാല് കീറി ഇവിടെ ഇപ്പോഴും പാടുണ്ട്. കാലൊക്കെ ഞാൻ അറിയുന്നില്ല അതൊന്നും. എന്നിട്ട് ഞാൻ അടുത്ത ടെസ്റ്റ് കിറ്റ് എടുത്തു. 2ാമതിനും അതേപോലെ സോളിഡ് ലൈൻ. നമ്മളെ എണീറ്റ് ഉമ്മച്ചിനോട് പറഞ്ഞു, കുഞ്ഞിക്കിനോട് വിളിച്ചു പറഞ്ഞു. കുഞ്ഞിക്ക് വലിയ എക്സൈറ്റ്മെന്റ്, കുഞ്ഞിക്ക് എൻ്റെ അമ്മയാണ്, വലിയ എക്സൈറ്റ്മെന്റ് ഉണ്ടായില്ല. കാരണം എല്ലാ പ്രാവശ്യം പീരിയഡ്സ് ആകുമ്പോൾ ഞാൻ കുഞ്ഞിക്ക് വീണ്ടും പീരിയഡ്സ് ആയി. എല്ലാവർക്കും കുട്ടികളുണ്ട്, എനിക്ക് മാത്രം മഞ്ഞില്ല എന്ന് പറഞ്ഞു. എല്ലാവരും പ്രഗ്നന്റ് ആണ്, എനിക്ക് മാത്രം ഇല്ലായിരുന്നു. ഇതിന് കുറെ ഒരു വേർഷൻസ് ഉണ്ട്, അത് ഞാൻ പറയാം. അപ്പൊ കുഞ്ഞിക്ക് പറഞ്ഞപ്പോ അൽഹംദുലില്ലാ. ഇവിടെ ഇത്താത്ത ഉണ്ടായിരുന്നു, പെരുന്നാളാണല്ലോ. താഴെ പോയി എല്ലാരും വിളിച്ചോണ്ടി ടെസ്റ്റ് കിറ്റ് കാണിച്ച് എല്ലാരും ഭയങ്കര ഹാപ്പി. ആരും പ്രതീക്ഷിച്ചില്ലാണ്, എല്ലാരും പെരുന്നാളിന്റെ മൂഡിലായിരുന്നു. പിന്നെ നമ്മൾ അപ്പൊ തന്നെ പോയി ഇപ്പൊ പ്രഗ്നന്റ് ആയ എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യരുത് എന്നൊക്കെ നമ്മൾ നേരത്തെ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ Beta-HCG ടെസ്റ്റ് ചെയ്യണം, അതൊക്കെ നമുക്ക് അറിയാം. അങ്ങനെ നമ്മള് പോയി ടെസ്റ്റ് ചെയ്തു. പിന്നെ ഞാൻ ഹോസ്പിറ്റൽ പോസിറ്റീവ് ബ്ലഡ് ടെസ്റ്റും കാണിച്ചു. അപ്പൊ പറഞ്ഞു 1500 ക്രോസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്കാനിൽ കാണാൻ പറ്റും എന്നൊക്കെ പറഞ്ഞു. അപ്പൊ 1500 ആയിട്ടുണ്ടായില്ല. അപ്പൊ 48 മണിക്കൂർ കഴിഞ്ഞ് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. ഡബിൾ ആവുകയാണെങ്കിൽ ഓക്കെയാണ്. അല്ലെങ്കിൽ ഡോക്ടർ ഒന്നും പറഞ്ഞില്ല. പക്ഷെ നമ്മൾ തപ്പിയപ്പോ ഇങ്ങനെ പല സാധനങ്ങളും കണ്ടു, കെമിക്കൽ പ്രഗ്നൻസി. നിങ്ങൾ ആരെങ്കിലും പ്രഗ്നന്റ് ആണെങ്കിൽ ഒരിക്കലും ChatGPT-നോടോ ഗൂഗിളിനോടോ സംസാരിക്കുന്നത്. ഫുള്ള് ChatGPT-നോടോ വെറുതെ ഇരുന്ന് ടെൻഷൻ അടിപ്പിക്കാൻ വേണ്ടി മനുഷ്യനാണ്. സത്യമായിട്ടും ആരും ഉപയോഗിക്കരുത്. നിങ്ങൾ ഗർഭിണികളാണെങ്കിൽ ഒരിക്കലും നീ യൂസ് ചെയ്യരുത്, നീ യൂസ് ചെയ്യണ്ട. എനിക്ക് ആഗ്രഹമുണ്ട്, എഞ്ചിനീയർ ആണല്ലോ, അതിന്റെ അഹങ്കാരം കൂടിയാണെന്ന് തോന്നുന്നു. അല്ല, എന്റെ ഉള്ളിൽ ആ സംശയം ഇങ്ങനെ കടന്ന് പെരുകുമ്പോ ആരുടെയെങ്കിലും ഒക്കെ ഒന്ന് ചോദിച്ചാൽ മതി എന്നുള്ളൊരിത്. പിന്നെ ChatGPT ലാസ്റ്റ് സമാധാനിപ്പിക്കാൻ തുടങ്ങിയല്ലോ. ആരും അത് ഉപയോഗിക്കരുത്. കാരണം അത് ഭയങ്കര നമ്മളെ മെന്റലി ഭയങ്കര ബാധിക്കും. അപ്പൊ ആദ്യമേ അത് ഉപയോഗിച്ച് ശീലമാക്കരുത്. ശീലമായി കുടുങ്ങിപ്പോയി എന്നൊക്കെ പറയും. അതാണ് എന്ത് ഡീറ്റെയിൽ കിട്ടിയാലും അപ്പൊ സ്കാൻ ചെയ്ത റിപ്പോർട്ട് ആയിട്ട് ഡോക്ടർ ഓക്കെ ആണെന്നോ ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞാൽ ഇവൾ എന്തെങ്കിലും അതിന്ന് കണ്ടുപിടിച്ചിട്ട് നേരെ ChatGPT എന്നിട്ട് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കും. അപ്പൊ തുടങ്ങും വീണ്ടും ടെൻഷൻ. ഇതൊക്കെ കണ്ടുപിടിക്കൽ എപ്പോഴറിയോ? രാവിലെ എണീറ്റിട്ട് എന്നാ ഞാൻ ഷാരൂനെ വിളിക്കും, ഞാൻ ഇങ്ങനെ ഒരു സാധനം കണ്ടു. എനിക്ക് സത്യം പറഞ്ഞ ദേഷ്യം പറ്റും. ഞാൻ അറിയാലോ, ദേഷ്യപ്പെടാൻ പാടില്ല ഈ സമയത്ത്. റണ്ണിങ് ആണോ നോക്കിയേ? അയ്യോ, റണ്ണിങ് അങ്ങനെ നമ്മൾ അറിഞ്ഞോ നമ്മൾ പ്രഗ്നന്റ് ആണ് എന്നുള്ളത്. പിന്നെയുള്ള ടെൻഷൻ ഛർദിയില്ല. നമ്മൾ 5th വീക്കിൽ എന്തോ അറിഞ്ഞിട്ടാ. ഞാൻ പറഞ്ഞില്ലേ, പീരിയഡ്സ് തെറ്റി ജസ്റ്റ് 2 days ആയിട്ടുണ്ടായുള്ളൂ, തുടങ്ങണുള്ളൂ, അപ്പോഴേ അറിഞ്ഞു. പിന്നെ ഞാൻ എല്ലാ ഗർഭിണികളും ഛർദിക്കുന്നുണ്ട്, ഞാൻ ഛർദിക്കുന്നില്ല. അപ്പൊ ഡെയിലി കുഞ്ഞിക്ക്, അതായത് ഇവളുടെ ഉമ്മനെ വിളിച്ചിട്ടുള്ള പറയാണ്, എല്ലാരും ഛർദിക്കണ്ട്, ഞാൻ മാത്രം ഛർദിക്കാനില്ല. ഞാൻ പറഞ്ഞപ്പോളേ കുഞ്ഞി ഛർദിച്ചു തുടങ്ങിയാൽ പിന്നെ പ്രശ്നമാണ്, വയ്യാണ്ടാവും. ഛർദി ഇല്ലാത്തതാണ് നിനക്ക് നല്ലത്. ഇല്ല, എനിക്ക് വേണം, ഛർദില് വേണം എന്ന് പറഞ്ഞത് കഴിഞ്ഞിട്ട് ഡോക്ടറിന്റെ അടുത്ത് പോയപ്പോഴും ഡോക്ടറിനോട് എനിക്ക് മാത്രം ഛർദി ഇല്ല, ക്ഷീണമായിരുന്നു, എനിക്ക് ഛർദി ഇല്ല എന്നൊക്കെ പറഞ്ഞ ഡോക്ടറോട് പറഞ്ഞു.
അത് കഴിഞ്ഞ് തിരിച്ച് വന്ന് പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഛർദിൽ തുടങ്ങി. 7th വീക്ക് ആയപ്പോൾ ഇങ്ങനെ ഓക്കാനം തുടങ്ങി. സൗണ്ട് മാത്രമേ ഉള്ളൂ, സബ്സ്റ്റൻസ് ഒക്കെ കുറവായിരുന്നു 6th വീക്കിന്റെ എൻഡ് തൊട്ട്. അങ്ങനെ അപ്പൊ ഞാൻ ഇങ്ങനെ ഒരു ബക്കറ്റ് വെച്ച് നടക്കും. ഇതാകുമ്പോ ഭയങ്കര പവറിലാണ് നമ്മളെ. ബക്കറ്റ് ഇവിടെ ഉണ്ട്, ഇതാണ് ബക്കറ്റ്, ഛർദിൽ ബക്കറ്റ് ഫുൾ ടൈം ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. വീട്ടിൽ വേറെ ഒരെണ്ണുണ്ട് നീല കളറ്. ഭയങ്കര സൗണ്ട് ആണ്. ഇവിടെ ഭയങ്കര ഫോഴ്സ് എടുക്കണമെങ്കിൽ ഇങ്ങനെ ഇരുന്ന് ഛർദ്ദിക്കാനാണ് ഇഷ്ടം. അപ്പൊ ബക്കറ്റ് ആണെങ്കിൽ നമ്മൾ കയ്യിൽ വെച്ച് നമുക്ക് ഇരുന്ന് ഛർദ്ദിക്കാം, വലിയ പ്രഷറൊന്നും എടുത്തില്ല. ആദ്യം ഛർദിലൊന്നും ഉണ്ടായിരുന്നില്ല, എന്നിട്ട് ഇത് പറഞ്ഞതിന് ശേഷം ഒരു ഛർദിൽ തുടങ്ങി. അങ്ങനെ ഛർദിൽ ഇവിടെ ആയിരുന്നപ്പോ വലിയ ഛർദിൽ ഉണ്ടായിരുന്നില്ല. കുറച്ച് ദിവസം ഒരു മാസം വീട്ടിൽ നിൽക്കാൻ പോയി. പിന്നെ അത് കഴിഞ്ഞ് ഛർദിലൊക്കെ തുടങ്ങിയപ്പോ ഞാൻ പറഞ്ഞു നമുക്ക് വീട്ടിൽ നിൽക്കാം, അതാകുമ്പോ കുറച്ചും കൂടെ. ഇവിടെ ഓപ്പൺ കിച്ചൺ ആണ്, സ്മെല്ല് പെട്ടെന്ന് ഇങ്ങോട്ട് പരന്നു പിടിക്കും. എന്തിന്റെ മണം വന്നാലും ഛർദിക്കും, പ്രത്യേകിച്ച് ഞങ്ങളുടെ റൂം മേലെ. എന്റെ മണം ഒക്കെ പറ്റില്ല. അതൊക്കെ ഒരു പോയിന്റ് കഴിഞ്ഞപ്പോഴാണ് പറ്റാതെ. മൂക്കിലെ ശ്വാസം പ്രശ്നമാക്കും, മെറ്റലിന്റെ മണം എന്ന് പറയണ എനിക്ക്. എന്നിട്ട് എൻ്റെ വീട്ടിൽ പോയി നെക്സ്റ്റ് തൊട്ട് ഫുൾ ഛർദിലായി. രാവിലെ എണീറ്റ് മോര് കുടിക്കുമായിരുന്നു ആ ടൈമിൽ. ഒരു വീക്ക് 7, 8 എന്നൊക്കെ പറയുമ്പോൾ മോര് എനിക്ക് ഇഷ്ടമായിരുന്നു. മോര് കുടിച്ചാലും ഛർദിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് മോര് കുടിക്കുമായിരുന്നു. പിന്നെ ഒരു വീക്ക് 9, 10 ആയപ്പോൾ എന്തോ കഴിച്ചതൊക്കെ ഛർദിക്കുക ഫുൾ ഛർദി. ഇങ്ങനെ ഒരു സമയമൊക്കെ ആയപ്പോൾ എനിക്കിങ്ങനെ വിശന്നിട്ട് നിൽക്കാൻ വയ്യ, പക്ഷെ ഒന്നും കഴിക്കാൻ പറ്റില്ല. വെയിറ്റ് കുറഞ്ഞു പ്രഗ്നന്റ് ആയതിനു ശേഷം, 3.5 കിലോ അടുത്ത് കുറഞ്ഞു. അങ്ങനെയായിരുന്നു. പിന്നെ എനിക്ക് ഇഷ്ടമില്ലാത്ത സ്മെല്ലുകളൊന്നായിരുന്നു ഷാരിക്കിന്റെ. ഞാൻ ഉള്ള വീട്ടിൽ പോയാലും എന്നെ അടുത്ത് കിടത്തൂല, അപ്പുറത്തെ 2 കട്ടിലിട്ട്. ഒരു 10ാമത്തെ ആഴ്ചയൊക്കെ ആയപ്പോൾ ഷാരിക്ക് വീഡിയോ കോൾ ചെയ്താൽ വരെ എനിക്ക് ഛർദ്ദിക്കാൻ വരുന്നു. വീഡിയോ കോൾ ഷാരിക്കിനെ കാണുമ്പോൾ എനിക്ക് ഛർദ്ദിക്കാൻ വരും. ഷാരിക്ക് ആ ടൈമിൽ നല്ല ബിസി ആയിരുന്നു, അതുകൊണ്ട് വലിയൊരു പ്രശ്നമൊന്നും ആയില്ല. പിന്നെ ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ് ആണ് ഈ സമയത്ത്. മാഷാല്ലാ. അപ്പോൾ അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. പിന്നെ ഛർദി ഇപ്പോഴും തീർന്നിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ ഹൈലൈറ്റ്. ഇന്നിപ്പോ കഴിക്കാൻ കുറച്ച് കോമഡികളൊക്കെ ഉണ്ട്. നമുക്ക് കഴിക്കാൻ പറ്റാത്ത കുറച്ച് സാധനങ്ങൾ, അല്ലെങ്കിൽ കാണാൻ പറ്റാത്ത കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോ പേര് പറഞ്ഞോട്ടെ. ഇവക്ക് ഈ പേരൊന്നും പറയാൻ പാടില്ലായിരുന്നു, പറഞ്ഞാൽ പോലും ഇവള് ഛർദിക്കുമായിരുന്നു. കാറിൽ കഴിഞ്ഞ പാല് ഇപ്പോഴല്ല, ഒരു പാല് വാങ്ങട്ടെ എന്ന് പറഞ്ഞാൽ പോലും ഒക്കെ പാല് തിളച്ചൊന്നേക്ക് ഇവള് ആലോചിക്കും, ഛർദിക്കും. കാറിൽ മൊത്തം ഛർദിച്ചെന്ന്. കിറ്റ് ഉണ്ടായിരുന്നു, കിറ്റൊക്കെ കാറിൽ സേഫ്റ്റി ഉണ്ട്. അതുപോലെ മുട്ടയാണ് ഞങ്ങൾ പേരൊന്നും പറയില്ല. വെള്ള കളറിന്റെ അകത്ത് മഞ്ഞ കളറുള്ള സാധനം വേണോ, അല്ലെങ്കിൽ ഇജിജി വേണോ, MILK എടുക്കട്ടെ, വെള്ളം എടുക്കട്ടെ എന്നൊക്കെ പറഞ്ഞാൽ സംസാരിക്കുള്ളൂ. ആരും പറയാറില്ല ഇത്. ഞങ്ങളുടെ വീട്ടിലും ഇവളുടെ വീട്ടിലും സംസാരിക്കാറില്ല ഇതിനെ പറ്റി. പറഞ്ഞോളൂ ഛർദിക്കുമായിരുന്നു. ആ ഒരു സ്റ്റാർട്ടിങ് ടൈമില് പാലും മുട്ടയൊക്കെ നല്ലതാന്ന് പറഞ്ഞാൽ കഴിച്ച് ഛർദിച്ചല്ലോ ഒരുപാട് പ്രാവശ്യം. ചിലപ്പോ അതുകൊണ്ടായിരിക്കും, എനിക്കറിയില്ല. അങ്ങനെ പിന്നെന്തായിരുന്നു, പിന്നെ എന്തൊക്കെയോ പറയണമെന്ന് ഓർത്തായിരുന്നു കുറച്ചു നേരം മുമ്പ്, മറന്നുവല്ലോ. പിന്നെ ഒരു മാസം ഞാൻ എൻ്റെ വീട്ടിൽ നിന്നു. അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നു. ഇവിടെ വന്നപ്പോ തന്നെ കൊറേയൊക്കെ ഒതുങ്ങിയായിരുന്നു. വീട്ടിൽ അത്ര ഛർദി ഒന്നും ഉണ്ടായില്ല. ഇപ്പോഴും എനിക്ക് പച്ചവെള്ളം കുടിക്കാൻ ഗുളിക കഴിച്ചാൽ ഛർദിൽ നിന്നതട്ടോ. ഗുളിക ഡെയിലി കഴിക്കാൻ പറഞ്ഞ ഡോക്ടർ. എന്നാലും കഴിക്കുമല്ലോ, ഗുളിക കഴിക്കാനൊക്കെ മടിയല്ല. എല്ലാരും പറയും പ്രഗ്നൻസി ഭയങ്കര നാച്ചുറൽ സാധനമാണ്, അപ്പൊ നമ്മള് ഗുളിക ഒന്നും കഴിക്കേണ്ട ആവശ്യമില്ല. നമ്മള് എക്സ്ട്രാ വൈറ്റമിനും മിനറൽസ് ഒക്കെ എടുക്കുന്ന പോലെ അല്ലല്ലോ. അതിന്റെ ഗുളികയൊക്കെയാണ് ഓക്കെ. ഡോക്ടർ പറഞ്ഞു സേഫ് ആണെന്ന് പറഞ്ഞു. ശരിക്കും സേഫ് ആണ്. വൈറ്റമിൻ B12 എന്തോ ആണ് തരുന്നത്, B6 ആണ് തരുന്നത് നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ തിരിച്ചു വന്നിട്ട് അതാണ് കുറച്ച് നാൾ എൻ്റെ ഒപ്പം അഭിനയിക്കാൻ കുട്ടിയില്ലായിരുന്നത്. ആ സമയമാണ് ഒരു മാസത്തെ ഛർദിലും പരിപാടിയായിട്ട് വീട്ടിൽ നിൽക്കുന്ന സമയത്താണ് ഞാൻ വേറെ 2-3 പേരെ കിട്ടി അഭിനയിച്ചത്. കുഞ്ഞവിടെ പോയി ഇടയ്ക്ക് ആരൊക്കെയോ കമന്റ് ചെയ്ത് ഞാൻ കണ്ടിരുന്നു, അമീറ പ്രഗ്നന്റ് ആണോ എന്നുള്ളത്. വേറെ ചോദിച്ചായിരുന്നു, നിങ്ങൾ തമ്മിൽ അടിച്ചു പിരിഞ്ഞോ, ഡിവോഴ്സ് ആയെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അല്ല ഇപ്പൊ വയറ് നിക്കാണ്ടായേ, ഷൂട്ട് ചെയ്യുമ്പോ വയറ് തള്ളിപ്പിടിച്ചോണ്ടിരിക്കണേ. ഇപ്പൊ ലാസ്റ്റത്തെ വീഡിയോയിലൊക്കെ നോക്കി ശ്രദ്ധിച്ചു നോക്കി അറിയാം വയറ് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പൊ ഇനി അത് പറയാതിരിക്കാൻ പറ്റില്ല. പിന്നെ മനസ്സിലാവും. കുറെ പേരൊക്കെ ചോദിച്ചു തുടങ്ങി പ്രഗ്നന്റ് ആണോ എന്നൊക്കെ. പിന്നെ നമുക്ക് കഴിഞ്ഞ ആഴ്ച ഫ്രണ്ടിന്റെ ഒരു കല്യാണം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ടൈമിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടെ ഉള്ള ആൾക്കാരൊക്കെ നമ്മളോട് വന്നിട്ട് ചോദിക്കും എക്സ്പെക്ടിങ് ആണോ എന്നൊക്കെ. ചേച്ചി ഭയങ്കര ഹാപ്പി ആയിട്ട് വന്നിട്ട് ചോദിച്ചു എക്സ്പെക്ടിങ് ആണോ, അതെ എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് പിന്നെ ഇങ്ങനെ നടക്കുമ്പോൾ ഭയങ്കരമായിട്ട് കുളത്തിലും വലിയലൊക്കെ ഉണ്ട് ഇപ്പം. അപ്പൊ നമ്മളിങ്ങനെ ഒരു സപ്പോർട്ട് കൊടുക്കുമ്പോ ഞാൻ പൊതുവെ കുറച്ച് ഇതാണല്ലോ, അപ്പൊ വയറൊക്കെ വരാൻ കുറച്ച് സമയം എടുക്കും തോന്നുന്നു. അപ്പൊ വയറ് തള്ളി തുടങ്ങിയായിരുന്നു. അപ്പൊ ഷൂട്ട് ചെയ്യുമ്പോഴും
ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ടൊക്കെ ഫ്രണ്ട് ഷോട്ട് ഒക്കെ എടുക്കുന്ന സൈഡ് ഷോട്ട് എടുക്കുമ്പോഴൊക്കെ നോക്കി ഇപ്പൊ അധികം വൈറ്റ് ഡ്രസ് പിന്നെ വയ്യ. അപ്പൊ എന്നാലും ഷൂട്ട് ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ, പണിയല്ലേ. ഇപ്പൊ ഞാൻ ഓഫീസിലൊക്കെ പോയി തുടങ്ങി, ഡെയിലി ഓഫീസിൽ പോകുന്നുണ്ട്. വെള്ളം കുടിക്കലാണ് കുറച്ച് റെഗുലർ അല്ലാതായ, ബാക്കിയൊക്കെ നോർമലായി വരുന്നുണ്ട്. വെള്ളം കുടിക്കാൻ പറ്റുന്നില്ല, ഛർദിക്കാൻ വരുന്നു. ജ്യൂസ് ആണെങ്കിലും മധുരമുള്ള ജ്യൂസ് ഒന്നും, മധുരം എനിക്ക് തീരെ ഇഷ്ടമല്ല. ഓറഞ്ച് ജ്യൂസ് ഉപ്പിട്ട് കുടിക്കണം, ഓറഞ്ച് ജ്യൂസിൽ നാരങ്ങളും ഉപ്പിട്ട് കുടിക്കണത്, നാരങ്ങളും ഉപ്പിട്ട് കുടിക്കുന്നത് അടിപൊളിയാണ്. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ ഛർദിക്കുമ്പോ ടേസ്റ്റ് ആണ്, നല്ല ടേസ്റ്റ് ആണ്. അത് ആക്ച്വലി ഒരു സത്യമാണ്. നമ്മള് ഛർദിച്ച് സത്യം പറയാനുള്ള ഒരു പോയിന്റ് എത്തും. ഞാൻ ഒരു 10ാമത്തെ ആഴ്ചത്തെ കാര്യമാണ് പറയണത്. നമ്മളൊരു 10-12 പ്രാവശ്യം ഛർദിക്കും. അപ്പോൾ ഈ 13ാമത്തെ പ്രാവശ്യം കുറച്ച് വരും, നമുക്കറിയാം എത്രത്തോളം വരുന്നുണ്ട് എന്നുള്ളതൊക്കെ. കുറച്ച് വരുമ്പോൾ എണീക്കാനുള്ള മടി, എനർജി ഇല്ലാത്തതുകൊണ്ട് അങ്ങ് ഇറക്കിക്കളെ, അങ്ങനെ ഒരു അവസ്ഥയിലെത്തിയായിരുന്നു. എണീക്കാനുള്ള മടി കാരണം, മടിയല്ല വയ്യാതെ അങ്ങനെ അത്ര കൊറേ ഡീറ്റെയിൽസ് ഉണ്ട്. പ്രഗ്നന്റ് ആയവരൊക്കെ ചോദിച്ചു നോക്കി, എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞു തരാം, എന്തൊക്കെ കഴിക്കണം, എന്തൊക്കെ ഒന്നും കഴിക്കാൻ പാടില്ല, എങ്ങനെയായിരിക്കും. ആദ്യത്തെ ട്രൈമസ്റ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല, അങ്ങനെ പ്രത്യേകിച്ച് കഴിക്കണമെന്നൊന്നുമില്ല, സർവൈവ്, എങ്ങനെയെങ്കിലൊക്കെ ജീവിച്ചു പോവാ എന്നുള്ളതാണ്. നമ്മൾ ഡോക്ടേഴ്സിനോട് സംസാരിക്കുകയാണെങ്കിൽ ഡോക്ടേഴ്സ്, എൻ്റെ ഒരു ഫാമിലി ഡോക്ടർ ഉണ്ട്, പുള്ളി 2 സ്പൂൺ ചോറൊക്കെ കഴിച്ച് ജീവിക്കുന്നവരുണ്ട് എന്നുള്ളതാണ്. മെമ്മറി ഞാൻ കഴിഞ്ഞ് കട്ടാവുന്നുണ്ടോ നോക്കാൻ. അപ്പൊ ഇതൊക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണം, എന്നും ഷെയർ ചെയ്യണം എന്നുള്ള ഞാനിത് എപ്പോലെ പറയണെന്ന. പക്ഷെ ഒരു പേടി, ഒരു സ്കാനും കൂടി ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ആ സ്കാൻ കഴിഞ്ഞിട്ട് പറയാം. എം ടി സ്കാൻ കഴിഞ്ഞിട്ട് ഒരു സ്കാനും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തിനാന്ന് സ്കാൻ ചെയ്ത ഡോക്ടർക്ക് പോലും മനസ്സിലായില്ല. അപ്പൊ പിന്നെ എന്തായാലും അത് കഴിഞ്ഞിട്ട് പറയാമെന്ന് ഓർത്തിരിക്കുകയാണ്. ഇനി അനോമലി ഒക്കെ വരാനുണ്ട്, എല്ലാരും പ്രാർത്ഥിക്കുക, പ്രാർത്ഥനയിലൊക്കെ നമ്മളെ ഉൾപ്പെടുത്തുക. അതെ, എല്ലാം സന്തോഷകരമായിട്ട് നടക്കാം. കുഞ്ഞു ബേബി ഞങ്ങൾക്കും പുറത്തോട്ടെത്തട്ടെ. അതെ, അപ്പോ അത്രേ ഉള്ളൂ. ഞങ്ങൾ ഇതാണ് പറയാൻ ഉദ്ദേശിച്ചത്. ഞങ്ങൾ വ്ലോഗ് ചെയ്യാറില്ല, കുറെ ഉണ്ടായിരുന്നു, എന്തൊക്കെയോ പറയണമെന്നുണ്ടായിരുന്നു, മറന്നുപോയി. പിന്നെ ഒന്നാമത് ഈ ക്യാമറ ബാക്ക്, ഇതാണ് വ്ലോഗ് ചെയ്യാൻ പറ്റത്ത്. ക്യാമറയുടെ ബാക്ക് വെക്കുമ്പോ നമ്മൾ എങ്ങനെ നോക്കി, ബാക്കി എല്ലാവരും ക്യാമറ ചെയ്യുമ്പോൾ ഫോണിലല്ലേ ചെയ്യണം, ക്യാമറയിൽ ചെയ്യുമ്പോൾ കുഴപ്പമില്ലല്ലോ. ക്യാമറയിലാണോ ചെയ്യണം? പിന്നെ പോളി എല്ലാവരും ക്യാമറയിലല്ലേ ചെയ്യണം, അല്ല ഫോണിലും ചെയ്യുന്ന ആൾക്കാരുണ്ട്. എനിക്ക് ഫ്രണ്ട് ക്യാം നോക്കി സംസാരിക്കുകയാണെങ്കിൽ പിന്നെ നമ്മളെ കാണാം. ബാക്ക് ക്യാം നോക്കുമ്പോ ഞാൻ അങ്ങോട്ട് നോക്കിട്ടാ സംസാരിക്കും. ക്യാമറ ഞാൻ അങ്ങോട്ട് നോക്കിട്ടാ. പോട്ടെ. അപ്പൊ ഇത്രയുള്ള ഗൈസ്, ഞങ്ങൾ പ്രഗ്നന്റ് ആണ്, ഗർഭിണിയാണ്. ഞങ്ങൾ പണ്ടത്തെ ഒരു ഇന്റർവ്യൂല് ഇത് മലപ്പുറം വന്ന് മരുമോനെ തീറ്റിച്ചുണ്ടാക്കിയ വീട്ടിൽ നിൽക്കാൻ പോയപ്പോ ഞാൻ ഇടക്കിടക്ക് ഒരാഴ്ച പോയി നിൽക്കും. 98 കിലോ ആയിരുന്നു എന്റെ കൊച്ച്. സെഞ്ചുറി അടിച്ചേന്. സെഞ്ചുറി അടിച്ചാണ് ഞാൻ. പക്ഷെ ഇവിടെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ എല്ലാം തീറ്റൊക്കെ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തായാലും സെഞ്ചുറി ക്രോസ് ചെയ്യുന്നുള്ളതാണ് എന്റെ ഒരു ബലമായ വിശ്വാസം. എന്തായിരുന്നു കഴിക്കണമെന്ന് പറഞ്ഞ വൈകിട്ട് നമ്മളവിടെ പോകുമ്പോ അപ്പൊ അത്രയൊക്കെ ഉള്ളൂ. ഇനി അപ്പോ ഞങ്ങൾ കുറച്ച് വ്ലോഗുകൾ ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്ക് ഞങ്ങളുടെ വ്ലോഗുകൾ കാണാൻ ആഗ്രഹം എന്നുള്ളതൊക്കെ ഒന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക്. അതെ, ഇവളുടെ ഒരു ഈ ഒരു എന്താണ് അതിനെ പറയുന്നത്, ജേണി, അത് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യണമെന്നൊക്കെ ആലോചിക്കുന്നുണ്ട്. പക്ഷേ അറിയില്ല, ആൾക്കാർ കാണാനില്ലെങ്കിൽ നമ്മൾ ചെയ്യാം, ആരും ഇല്ലെങ്കിൽ ചെയ്യണല്ലോ. നമുക്ക് കണ്ടന്റ്സ് കാണാൻ ആൾക്കാരുണ്ട്. അപ്പൊ ഇതേപോലെ വ്ലോഗ് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യാം. സത്യം പറഞ്ഞ മടിയാ, എല്ലാത്തിനും കൂടെ സമയം കിട്ടണല്ലോ. എങ്ങനെ ചെയ്യണമെന്ന് അറിയില്ല, വ്ലോഗ് എങ്ങനെ സംസാരിക്കണം, എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഇതുപോലെ ഇങ്ങനെ വെറുതെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഇഷ്ടാവാന്നുള്ളത് നമുക്ക് അറിയത്തില്ല. ഹനാനൊക്കെ ചെയ്യണമെന്നൊക്കെ പറഞ്ഞ ഫണ്ണാണ് അതിനകത്ത്. നമ്മളാണെങ്കിൽ അത് കാണുമ്പോൾ നമുക്ക് ഒരുപാട് ചിരിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇന്നലത്തെ വീഡിയോയില് അതിനെ പറ്റി സംസാരിക്കണം പറഞ്ഞിട്ട്. നമ്മള് ഇന്നലത്തെ ഇമോഷണൽ കണ്ടന്റ് ചെയ്തല്ലോ പേരൻസിന്റെ. അപ്പൊ നിങ്ങള് എന്താ പറയാ, സെപ്പറേറ്റ് നിൽക്കുന്നവർക്ക് ഇത് പറയാൻ സിമ്പിളാന്ന് പറഞ്ഞിട്ടൊരു കമന്റ് ഉണ്ടായിരുന്നു. അല്ല, നമ്മൾ ഒരുമിച്ചാണ് നിൽക്കുന്നത്. സെപ്പറേറ്റ് നിൽക്കുന്നവർക്ക് സിമ്പിൾ അല്ല, പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു സാഹചര്യം വരുമ്പോ. പേരൻസിന്റെ കൂടെ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഒരിക്കലും നമുക്ക് എന്താ പറയാ ഒറ്റക്ക് നിൽക്കാൻ പറ്റില്ല. ഉമ്മിയുടെ സപ്പോർട്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു പോയിന്റില് പറ്റില്ല, നമുക്കതില്ലാതെ തീരെ പറ്റില്ല. കാരണം എനിക്ക് കിച്ചണിന്റെ ഭാഗത്തോട്ട് പോയാൽ ഛർദിൽ വരും. അങ്ങനെ കഴിക്കാതെ, ഞാനിപ്പോൾ ചിക്കൻ ഫ്രൈ
ഫ്രൈ ചെയ്യണത് മണത്തിട്ടുണ്ടെങ്കിൽ ഛർദ്ദിക്കും. ഛർദ്ദിക്കും. അത് പിന്നെ വളരെ ചിലപ്പോൾ സറൗണ്ടിങ്സിൽ എവിടെയാണെങ്കിലും ഛർദ്ദിക്കും. നേരെ മറിച്ച് ചിക്കൻ ഫ്രൈ തിന്നാൻ പറ്റും. അങ്ങനെ കുഴപ്പമൊന്നുമില്ല. ആ ഇല്ലെങ്കിൽ പട്ടിണിയായി പോയേനെ. പാരൻസിന്റെ കൂടെ ജീവിക്കുന്ന അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. അതെ, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലെങ്കിൽ നല്ല കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയ ബുദ്ധിമുട്ട്. ഇവിടെ അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല. ഇവരെല്ലാവരും ഇല്ലെങ്കിലാണ് ഞങ്ങൾക്ക് ബുദ്ധിമുട്ട്. ഇവളാണെങ്കിൽ ഇവളാണ് വാപ്പച്ചിനായിട്ട് എന്നെക്കാളും കമ്പനി എന്ന് പറഞ്ഞു. വാപ്പച്ചിനായിട്ടും ഉമ്മച്ചിനായിട്ടും വാപ്പച്ചിന് ചീത്ത കുറച്ചില്ല. ടോം ആൻഡ് ജെറി അത് ഇവരെ തമ്മിൽ എപ്പോഴും മറ്റേ ഇങ്ങോട്ട് ഇങ്ങനെ ചൊറച്ചിലും ഫണ്ണാണ് ഇവരെ തമ്മിൽ. ഒരു കോമ്പറ്റീഷൻ മൈൻഡാണ്. ഇത്താത്തയാണെങ്കിലും പിള്ളേരെ അളിയനും എല്ലാരും വന്ന അളിയനൊക്കെ സ്വന്തം മോളെ പോലെയാണുള്ള ആയിരനെ പോലെയാണ്. പോലെയാണെന്ന് അളിയാൻ പറയാം. എനിക്കും തോന്നാറുണ്ട് ചിലപ്പോ ഫോട്ടോ ഒക്കെ നോക്കും. ശരി, പോലെ ഇരിക്കണം. അപ്പൊ അത്രേ ഉള്ളു ഗായ്സ്. അപ്പോ എന്താ പറയേണ്ടത്? അപ്പൊ അത്രേ ഉള്ളു. ഞങ്ങളെ പിന്നെയും വ്ലോഗുകൾ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ ഞങ്ങൾ പ്രഗ്നന്റ് ആണ്. ഞങ്ങൾക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക. ഞങ്ങളുടെ ബേബിക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക. നല്ല പ്രേയേഴ്സ്, ഹെൽത്തി ബേബി ആയിട്ട് എനർജി. ഇനി എനിക്കറിയാത്ത നിങ്ങൾക്ക് അറിയുന്ന എന്തെങ്കിലും കാര്യം കമന്റ് ചെയ്യാം. കുറെ പ്രഗ്നന്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും. അപ്പൊ ഞങ്ങൾക്ക് എന്തെങ്കിലും പ്രഗ്നൻസി എക്സ്പീരിയൻസ് ചെയ്തവരുണ്ടാവും, 10-12 പ്രസവിച്ചവരുണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് അറിയാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടാവും. എനിക്ക് ഭയങ്കര കുളത്തിലും വലിയലൊക്കെ ഉണ്ട്. അപ്പൊ അതിനൊക്കെ എന്തൊക്കെ ചെയ്യാൻ നിങ്ങൾക്ക് വലിയ ഐഡിയ ഒന്നുമില്ല. ഇത് ഇങ്ങ മലനടക്കാൻ ഇങ്ങ പൊതുവേ നടുവേദന ഉള്ള ഒരാളാണ് ഞാൻ. ഇരുന്നിട്ടുള്ള ജോലിയാണല്ലോ. അപ്പൊ പൊതുവേ നടുവേദന ഉള്ള ആളാണ്. അപ്പൊ ഇങ്ങ മലനടക്കാനുള്ള ടെൻഡൻസി ഭയങ്കര കൂടുതലാണ്. അപ്പൊ ഇത് മേടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ എന്റെ സൈസും കൂടെ വെച്ച് നോക്കുമ്പോൾ ഇതിൽ ചെരിഞ്ഞടക്കാൻ മാത്രമേ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് മേടിച്ചതാണ്. അപ്പൊ ഓക്കെ, വീണ്ടും നമ്മൾ ഓരോ കഥ പറഞ്ഞു പോകും. ഞങ്ങളൊരു 10 മിനിറ്റ് വ്ലോഗായിരുന്നു ഉദ്ദേശിച്ചത്. ഇപ്പൊ 20 മിനിറ്റ് മേളിലായി ആണ് തോന്നണം. ഞാൻ നേരത്തെ 16 മിനിറ്റ് ആയിരുന്നു. 20 മിനിറ്റ് കഴിഞ്ഞു. അപ്പൊ ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കമന്റ് ചെയ്യാം പ്ലീസ്. ഞാൻ എല്ലാം വായിക്കും. ഓക്കെ, അപ്പൊ ഓക്കെ, ബൈ. പണ്ട് നമ്മളൊരു ഇന്റർവ്യൂവിന്റെ ലാസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പൊ ശരി ഇതാണ് എന്റെ കെട്ടിയോളെന്ന് പറയുമ്പോ ഞങ്ങള് കുട്ടികളായിട്ട് വരാം. ഞങ്ങൾ കുട്ടികളായിട്ട് വന്നിരിക്കുന്നു. ഞങ്ങളുടെ കുട്ടികളായിട്ടുള്ള കുട്ടി ഒരു കുട്ടിയായിട്ടുണ്ട്. ഓക്കെ, ബൈ.